Hey CS aspirants, hope you guys are doing well. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി നമ്മുടെ അക്കാഡമിക് ആംഗിളിൽ നിന്ന് മാറി ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ ഫോക്കസ് പോകുന്നത്. ബേസിക്കലി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ. ഇതിനു മുമ്പ് നമ്മൾ ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. സോ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കരിയർ അഡ്വൈസിങ് ആംഗിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നി ഫോർ ബഡിങ് പ്രൊഫഷണൽസ്. സോ നമ്മുടെ ഇപ്പം നോർമലി കാണുന്നൊരു ട്രെൻഡാണ് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാതെ ഒരുപാട് കുഞ്ഞു മൈക്രോ കോഴ്സസ് ഒരുപാട് അവൈലബിൾ ആണ്. ഒരുപാട് ആൾക്കാർ അതിന് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നൊരു കാറ്റഗറിയാണ് ഗ്രാജുവേഷൻ പോയിട്ട് ഗ്രാജുവേഷനിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലോട്ട് ആപ്ലിക്കബിളായിട്ട് പഠിച്ചു പോകുന്ന ടീംസ്. സോ ഇതൊന്നും അല്ലാതെ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രോമിനൻ്റ് ആയിട്ട് ഒരു കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിൽ വൺ ഓഫ് ദി കോഴ്സാണ് കമ്പനി സെക്രട്ടറി കോഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ആരാണ് കമ്പനി സെക്രട്ടറി, എന്താണ് കമ്പനി സെക്രട്ടറി, അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ കാണുന്നൊരു വ്യക്തിക്ക് ഓക്കെ കമ്പനി സെക്രട്ടറി ഒരു കോഴ്സുണ്ട്, ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, എത്ര കാലം എടുക്കും ഇത് നമ്മൾ ചെയ്ത് ഇറങ്ങാൻ, പ്രാക്ടിക്കൽ ആംഗിളിൽ എത്ര കാലം എടുക്കും, നമ്മളിത് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ നിർത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എത്ര കാലത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് എൻഡ് ടു എൻഡ് തീർത്ത് നമുക്കൊരു പ്രൊഫഷണലായി മാറാൻ പറ്റുമെന്നാണ് ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സ്കോപ്പ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പറയും, അയ്യോ കമ്പനി നിയമമല്ലേ പഠിക്കുന്നത്, കമ്പനി ലോ ആണല്ലോ, നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ലേ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് അബ്രോഡ് പോകാൻ പറ്റും. അതിനൊരു 1 to 2 എക്സാംസ് ക്ലിയർ ചെയ്യണം. കുറച്ച് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അബ്രോഡ് പോയിട്ട് വി കൻ ഏൺ ആസ് മച്ച് ആസ് വി വാണ്ട്. സോ നമ്മുടെ ടോപ്പിക്കിലോട്ട് കയറുവാണ്. അതായത് ആർക്കൊക്കെ CS ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ആർക്കൊക്കെ CS പോകാൻ പറ്റും. അതായത് റൈറ്റ് ആഫ്റ്റർ 12th നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, കൊമേഴ്സ്, സയൻസ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ് എന്തോ ആയിക്കോട്ടെ, ഡോണ്ട് വറി, നമുക്ക് ധൈര്യമായിട്ട് CS എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കാൻ പറ്റും. ബിക്കോസ് ഒരു റെഗുലേറ്ററി ബാറിങ്ങും ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് പോവാം. വി ക്യാൻ അപ്ലൈ ആൻഡ് കംപ്ലീറ്റ് ദി കോഴ്സ്. അതല്ല, ഈ വീഡിയോ കാണുന്നൊരു വ്യക്തി ഒരു ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് BCom, BBA, BCA അങ്ങനെ എന്തായിക്കോട്ടെ, BA, BSc, BTech, വാട്ട് എവർ ഇറ്റ് മേ ബി, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ദേ ക്യാൻ ഓൾസോ ഡു ഇറ്റ്. അതേപോലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടറേ ഇല്ല. നമ്മൾ നീറ്റ് എക്സാംസ് പോലെ ഒന്നും ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല. 35 ഇയേഴ്സെന്നോ 40 ഇയേഴ്സെന്നോ ഒരു ഏജ് ലിമിറ്റും ഇല്ലാത്ത ഒരു എക്സാമാണിത്. അതേ സമയത്ത് ഒരു ഗ്രാജുവേറ്റ് ആണ് നിങ്ങളിപ്പോൾ BCom കഴിഞ്ഞ് നിൽക്കുകയാണ്, BBA കഴിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ CS ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 3 സ്റ്റേജസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ്ലി വി ക്യാൻ എൻ്റർ ഇൻ ടു സെക്കൻഡ് സ്റ്റേജ്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് CS ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളോട് ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട്. അതായത് എനിക്ക് നിയമം ഇഷ്ടമാണോ, അല്ലെങ്കിൽ എനിക്കൊരു കമ്പനിയിൽ പോയി ഒരു കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ നിന്ന് ആൾക്കാരെ ഗൈഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടോ, എനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, ഇതൊക്കെ നിങ്ങളോട് ചോദിക്കേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ വലിയ റെഗുലേറ്ററി ബോഡീസ്, RBI പോലെയുള്ള വലിയ റെഗുലേറ്ററി ബോഡീസിൻ്റെ കൂടെയൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് വരും. സോ ഇവരുമായിട്ടൊക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ, ഇവരെയൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് സ്റ്റൈൽ, അതായത് ഒരു ബിസിനസ്മാൻ തന്നെയാണ് പക്ഷേ നിയമം അറിയാവുന്ന കുറച്ചും കൂടി ഒരു ഹയർ പൊസിഷനിൽ നിൽക്കുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ആ ക്വാളിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത്, എല്ലാവരും പൊതുവെ ഒരു ഡൗട്ടും അല്ലെങ്കിൽ എല്ലാവരും റോങ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് എത്ര സമയമെടുക്കും CS കോഴ്സ് തീർത്ത് ഞാൻ പുറത്തിറങ്ങാൻ. അതായത് റീസെൻ്റ്ലി എൻ്റെ ഒരു കസിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഞാൻ ഇങ്ങനെയാണ് CS എടുത്താൽ കൊള്ളാമെന്നുണ്ട്, അപ്പോൾ എനിക്ക് 2 കൊല്ലത്തിൽ തീർത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യം എൻറ്റയർലി റോങ് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം CS കോഴ്സിന് ഞാൻ പറഞ്ഞു 3 സ്റ്റേജ് ഉണ്ട്. ഇതല്ലാതെ ഹിഡനായിട്ട് 2 ട്രെയിനിങ് സ്റ്റേജസ് ഉണ്ട്. സോ ആദ്യം മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയും. പക്ഷേ ഗ്രാജുവേറ്റ്സിന് ഇത് ആപ്ലിക്കബിൾ അല്ല. ഗ്രാജുവേറ്റ്സിന് ഒരു എക്സാം CSCET എന്ന് പറഞ്ഞിട്ടൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എക്സാം ക്ലിയർ ചെയ്ത് ഡയറക്റ്റ് ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് പോകാതെ ദേ ക്യാൻ ഗോ ഫോർ CS എക്സിക്യൂട്ടീവ്. സോ ഫൗണ്ടേഷൻ പ്രോഗ്രാം ആർക്കാ, ഏതെങ്കിലും പിള്ളേർ, അതായത് 12th പഠിക്കുന്നൊരു പിള്ളേർ ഞാൻ അറിയുവാണ് ഓക്കെ എനിക്ക് CS ആകണം എന്നുണ്ടെങ്കിൽ 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേ ക്യാൻ അപ്പിയർ. അവർക്ക് ഇത് രജിസ്റ്റർ ചെയ്ത് ഫൗണ്ടേഷൻ പതുക്കെ സൈഡ് ബൈ സൈഡ് 12th കഴിഞ്ഞുകൊണ്ട് ദേ ക്യാൻ ഗോ ഫോർ ഫൗണ്ടേഷൻ. കാരണം ഫൗണ്ടേഷന് 4 to 6 months എടുക്കും. സോ അങ്ങനെയുള്ള ടീംസിന് അങ്ങനെയും പോവാം. അല്ല ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി എൻ്റർ ഇൻ ടു എക്സിക്യൂട്ടീവ് പ്രോഗ്രാം. നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതുക, ക്ലിയർ ചെയ്യുക, ഡയറക്റ്റായിട്ട് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം പോകാൻ പറ്റും.
അതർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഒരു ഫീസ്, അതായത് കറക്റ്റ് നിങ്ങൾ ICSE ഗൈഡ് ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് പേ ചെയ്താലും നിങ്ങൾക്ക് എൻട്രൻസ് എഴുതാതെ ഡയറക്റ്റായിട്ട് എക്സിക്യൂട്ടീവിലോട്ട് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലോട്ട് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 6 പേപ്പേഴ്സാണ് വരുന്നത്. 3 പേപ്പേഴ്സ് വെച്ചിട്ട് ഓരോ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 നിങ്ങൾക്ക് ഐദർ ഡയറക്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഇതിലൊരു മിസ്കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഫ്രഷറാണ്, നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും നിയമപരമായിട്ടുള്ള ബുക്സും കാര്യങ്ങളും പല കാര്യങ്ങളും നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നത്. സോ ഇവിടെയാണ് ഫസ്റ്റ് പിള്ളേർക്ക് അബദ്ധം പറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് ടക്കെന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വരും. അതുകൊണ്ട് കുറച്ച് നമ്മളൊന്ന് മടി പിടിച്ചായിരിക്കും പഠിക്കുന്നത്. പക്ഷേ എക്സിക്യൂട്ടീവാണ് നമ്മൾ ആക്ച്വലി കുറച്ച് ഹറിബറിയായിട്ട്, ഹറിബറി ഇൻ ദ സെൻസ് നമ്മൾ ധൃതി പിടിച്ച് തീർക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ, കുറച്ചും കൂടെ നമ്മളൊരു ആറ്റിറ്റ്യൂഡിലൊരു കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് ഓക്കെ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ നല്ല സ്ട്രെയിൻ എടുത്ത് പഠിച്ചാൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ, എക്സിക്യൂട്ടീവ് നോക്കി ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എക്സിക്യൂട്ടീവ് ക്ലിയർ ചെയ്താൽ മാത്രമേ യു ക്യാൻ ഗോ സ്റ്റാർട്ട് വിത്ത് യുവർ ട്രെയിനിങ്. ഓക്കെ, ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. അതായത് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് നമ്മളൊരു 1 മന്ത്, അതായത് EDP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതൊരു 1 മന്താണ്. അത് നമ്മൾ ഒരു 15 ഡേയ്സ് നമ്മൾ നമ്മുടെ ICSE ചാപ്റ്റേഴ്സിൽ ചെയ്യാം. ബാക്കി ഒരു 15 ഡേയ്സ് അവർ പറയുന്ന ചാപ്റ്ററിൽ പോയി നമ്മൾ ചെയ്യേണ്ടി വരും. അത് നമുക്ക് നിൽക്കട്ടെ, അതൊരു വളരെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. സോ നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കുക നമ്മൾ എക്സിക്യൂട്ടീവ് കഴിഞ്ഞു, അതിനുശേഷം ട്രെയിനിങ് കഴിഞ്ഞു, 1 മന്ത് ട്രെയിനിങ് കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് അവിടെ ഓപ്പൺ ആവും. ഐദർ നമുക്ക് ഇരുന്ന് നമ്മുടെ പ്രൊഫഷണലും കൂടെ പഠിക്കാം, അല്ല നിങ്ങൾ വിചാരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഒരു സ്റ്റുഡൻറ്റ് A വന്നിട്ട് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കഴിഞ്ഞു, പുള്ളി വിചാരിക്കുകയാണ് ഓക്കെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞു ഇനി ഞാൻ പ്രൊഫഷണൽ പോവുകയാണെന്ന് കരുതി പുള്ളി എന്ത് ചെയ്യണം, പ്രൊഫഷണൽ പ്രോഗ്രാം പഠിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആഫ്റ്റർ പ്രൊഫഷണൽ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പോയി ഈ EDP എന്ന് പറഞ്ഞ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ 21 മന്ത്സ് ഓഫ് ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്യണം. അതിന് ശേഷം ലാസ്റ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വീണ്ടും ഈ EDP എന്ന് പറഞ്ഞതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനുണ്ട്, CLDP എന്ന് പറയും, കോർപ്പറേറ്റ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. സോ ഇതും എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടത്തുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറി സ്റ്റുഡൻറ്റ് ബി എന്ത് ചെയ്യുന്നു വെച്ചാൽ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കഴിയുന്നു, പുള്ളി നേരെ പോയി EDP എന്ന് പറഞ്ഞ പ്രോഗ്രാം 1 മന്ത് അറ്റൻഡ് ചെയ്യുന്നു, അതെല്ലാം ക്ലിയർ ചെയ്യുന്നു. ദെൻ ഹീ ഈസ് ഗോയിങ് വിത്ത് 21 മന്ത്സ് ഓഫ് ട്രെയിനിങ്. ആ 21 മന്ത്സ് ഓഫ് ട്രെയിനിങ് ഓൾ ഓവർ 21 മന്ത്സിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം എക്സാംസ്. നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ജാക്ക് പോട്ട്. കാരണം ആ 21 മന്ത്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനിങ് തീരും ആൻഡ് ആസ് വെൽ ആസ് നിങ്ങളുടെ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ബിഗ് ഷോട്ട് നിങ്ങളവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും. റാദർ ദാൻ എ പേഴ്സൺ ഹു ഇസ് വെയിറ്റിംഗ് ഫോർ പ്രൊഫഷണൽസ് ടു ബി കംപ്ലീറ്റഡ്. പ്രൊഫഷണൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ 21 മന്ത്സ് വന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി പ്രൊഫഷണൽ എപ്പോൾ ക്ലിയർ ആകും എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം പ്രൊഫഷണലിലും എന്താണ് ഇതുപോലെ തന്നെയാണ്. ഈ 4+3 എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരും, 4 പേപ്പർ ആദ്യത്തെ ഗ്രൂപ്പിൽ, 3 പേപ്പർ രണ്ടാമത്തെ ഗ്രൂപ്പിൽ. ഇത് എപ്പോൾ ക്ലിയർ ചെയ്യുമെന്ന് ആർക്കും അറിയത്തില്ല. കാരണം എവറി 6 മന്ത്സ് ആണ് എന്ത് ചെയ്യുന്നത്, ICSE എക്സാംസ് വരുന്നത്. സോ ഫസ്റ്റ് ഒരു 6 മന്ത്സ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ 6 മന്ത്സ് വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത എക്സാമിന് അറ്റംപ്റ്റ് കൊടുക്കാൻ. സോ അവിടെ വേണം വയസ്സായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്ത് നമ്മളെ കേപ്പബിലിറ്റി നമ്മൾ വർക്കൗട്ട് ചെയ്ത് വി ഷുഡ് ഡിസൈഡ് നമുക്ക് ഏതാണോ പറ്റുന്ന. അല്ല ഭയങ്കര ബ്രൈറ്റാണ് ആ ഒരു വ്യക്തിയാണ്, പുള്ളിക്ക് ടക്കാന്ന് എല്ലാം ക്ലിയർ ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഹി മേ കംപ്ലീറ്റ് ദി പ്രൊഫഷണൽ ആൻഡ് ഫൈനലി ഒറ്റ ഷോട്ടിനെല്ലാം തീർത്തിട്ട് പോവാം. ഇല്ല ഞാൻ പഠിക്കാൻ എനിക്ക് ഹാർഡ് വർക്കിംഗ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റുഡൻറ്റ് B എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷനിൽ പോകുന്നതായിരിക്കും ബെറ്റർ. സോ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ 21 മന്ത്സ് തന്നെ അവിടെ ആഡപ്പ് ആകുമ്പോഴത്തേക്ക് 21 പ്ലസ് 1 മന്ത് ഓഫ് EDP പ്ലസ് 1 മന്ത് ഓഫ് CLDP 23 മാസം, അതായത് 24 മാസം നമുക്ക് റൗണ്ട് ഓഫ് ആയിട്ട് വെച്ച 2 കൊല്ലം മാറിക്കിട്ടി. ഓക്കെ, പിന്നെ നമ്മുടെ കേപ്പബിലിറ്റി അനുസരിച്ച് ഇപ്പോൾ 2 കൊല്ലം കൊണ്ട് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം മാത്രമേ തീരത്തുള്ളൂ. നമ്മൾ എക്സിക്യൂട്ടീവ് എത്ര കാലം, ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഫോർ എക്സാംസ് ഒരു ഒപ്റ്റിമൽ ആംഗിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഇയർ വെച്ചോളൂ, പ്രൊഫഷണൽ ഒരു 1 ഇയർ വെച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിനിമം ഒരു 4 ഇയേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ അതിനുവേണ്ടി കൊടുത്തേ പറ്റത്തുള്ളൂ പ്രോപ്പറായിട്ട് ക്വാളിഫൈ ആയി പുറത്ത് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ വളരെ കീനായിട്ട് 6 മന്ത്സ് ക്ലിയർ ചെയ്താൽ പോലും, അതായത് 6 മന്ത്സ് എക്സിക്യൂട്ടീവ് ക്ലിയർ ചെയ്തു, 6 മന്ത്സിൽ പ്രൊഫഷണലും ക്ലിയർ ചെയ്താൽ പോലും നിങ്ങൾക്ക് എത്ര വേണം, മിനിമം 4 ഇയേഴ്സ് വേണ്ടി വരും എൻ്റയർ ജേണി കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കണ്ട ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തൊക്കെ പോസ്റ്റാണ്, നമുക്ക് നമ്പർ ഓഫ് പോസ്റ്റുകളാണ്, അതായത് വെരി ഹൈ സുപ്പീരിയർ പോസ്റ്റാണ്. ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ ആംഗിളിലും, അതായത് പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പനി സെക്രട്ടറീസ് ആർ ഓൾവേസ് പ്ലേസ്ഡ് അറ്റ് ദി ടോപ്പ് മാനേജ്മെൻറ്റ്.
സോ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊരു ലീഡർഷിപ്പിൻ്റെ പീക്കിൽ നിന്നായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരിക്കലും നിങ്ങളൊരു ലോ മാനേജ്മെൻറ്റ് ലെവലല്ല, മിഡിൽ മാനേജ്മെൻറ്റ് ലെവലല്ല, നിങ്ങൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും കരിയർ വന്നിട്ട് ഭയങ്കര ബൂസ്റ്ററായിരിക്കും. സോ ഈ കാണിച്ചിരിക്കുന്ന പോസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് ഓൾ ഓഫ് ദം ആർ വെരി വെരി ഹൈലി പ്രൊഫഷണൽ. സോ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിനി അടുത്തൊരു ടോപ്പിക്ക് വന്നിട്ട് എക്സാമിനെ പറ്റിയിട്ട്, അതായത് എക്സാമിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഡെപ്ത് റിവ്യൂ, അതായത് എങ്ങനെയാണ് നോർമൽ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഞാൻ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നായിരിക്കത്തില്ല വീഡിയോയിൽ പറയുന്നത്, ബട്ട് ടു ബി വെരി ഫ്രാങ്ക് വി വിൽ ഇൻ ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദി വീഡിയോ. താങ്ക് യു സോ മച്ച്. സി എസ് ആസ്പിറൻസ്.